നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പല വീഡിയോകളിലും നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജേണൽ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് ധാരാളം ട്രേഡർമാർ വിജയിച്ചവർ അവരുടെ സ്വന്തം അനുഭവം, അവരുടെ മാറ്റം വന്നത് എവിടെയാണ്, എവിടെ തൊട്ടാണ് അവർ വിജയിക്കാൻ തുടങ്ങിയത് എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ജേണലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എല്ലാവരും വളരെ വാചാലമായി തന്നെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കേട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ 2-3 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ജേണൽ എഴുതുന്നൊരു ശീലമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ജേണൽ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള മാറ്റം, അത് ഈ 172 ദിവസങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്നും അതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നും ഏകദേശം ലൈവായിട്ട് നമ്മളുടെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നിരുന്നാൽ പോലും കുറച്ചധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത്. കാരണം ഇന്ന് നമുക്കുണ്ടായ കുറച്ചധികം വലിയ വെളിപാടുകൾ. നമുക്കറിയാം, ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു സ്ട്രാറ്റജി, ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട അവരവരുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഈ സ്ട്രാറ്റജി പ്രകാരം കൃത്യമായൊരു എൻട്രി പോയിൻ്റ് നമ്മളൊക്കെ പാലിക്കുന്നുണ്ടാകും. അത് പലപ്പോഴും നമ്മൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ എൻട്രി പാറ്റേൺ വരുമ്പോൾ നമ്മൾ കൃത്യമായി എൻട്രി എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി വരും. അതായത് എൻട്രി എടുക്കേണ്ട പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ചാടിക്കയറി നമ്മൾ എൻട്രി എടുക്കുന്ന സ്റ്റേജ് ഉണ്ടാവും. അത് കടന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ കൃത്യമായി എൻട്രി എടുക്കാൻ തുടങ്ങുന്നൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഫോമോ എല്ലാം മാറി. പിന്നത്തെ എൻട്രി എടുത്തു കഴിഞ്ഞാലുള്ള അടുത്ത പ്രശ്നമാണ് റിസ്ക് റിവാർഡ്. സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ച് പേര് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തു പോകും. അതർവൈസ് ടാർഗറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ പേടി കൊണ്ട് എക്സിറ്റ് ചെയ്തു പോകും. അപ്പോൾ കൃത്യമായ റിസ്ക് റിവാർഡ് പാലിക്കാൻ പറ്റുന്നില്ല. 1:2 മിനിമം എടുക്കണം എന്ന് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1:2 എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ 40% വിൻ റേഷ്യോ മതി. ഇയർലി ROI 100%-ന് മുകളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 100% കിട്ടും എന്നത് പല നമ്മുടെ വീഡിയോയിലും അതിൻ്റെ മാത്തമാറ്റിക്സോടുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഇന്നിട്ട വീഡിയോ കണ്ടവർക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ടാവും, ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോയിൽ പോലും നമ്മൾ വളരെ തുച്ഛമായ പ്രോഫിറ്റേ എടുത്തിട്ടുള്ളൂ. അത് ലൈവായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ ജസ്റ്റ് 33 രൂപയാണ് പ്രോഫിറ്റായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ഇവിടെ എടുത്തു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഹൈ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1:5 മാർക്കറ്റ് ഓൾമോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് അത്ര വലിയ മൂവ് നടത്തിയപ്പോൾ നമ്മൾ എടുത്തത് 1:1 പോലും ഉണ്ടായിരുന്നില്ല, ബ്രേക്ക് ഈവൻ എക്സിറ്റാണ്. അതായത് എല്ലാവർക്കും നല്ല മികച്ച എൻട്രി പോയിന്റുകൾ ഉണ്ടാവും. എല്ലാ സ്ട്രാറ്റജിക്കും നല്ലൊരു എൻട്രി പോയിന്റ് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായി പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലൈൻഡിൽ 1:2 ഇല്ലെങ്കിൽ എത്രയാണോ 1:3 ഇല്ലെങ്കിൽ വലിയൊരു മൂവ് മാർക്കറ്റ് വൺ സൈഡറായിട്ട് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന, അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഇട്ടിട്ട് എക്സിറ്റ് ചെയ്യാനിരിക്കുന്ന ഒരാൾ ടാർഗറ്റ് എല്ലായ്പ്പോഴും വെക്കുന്ന 1:2 ആണെങ്കിൽ അയാൾ അതിന് മുകളിലേക്ക് വളരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന 1:3 വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1:3 കിട്ടുന്നുണ്ടാവും. മാർക്കറ്റ് അതിന് മുകളിലേക്ക് എത്ര പോയാലും അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളില്ല, അല്ലെങ്കിൽ കൺട്രോളിൽ വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സ്റ്റോപ്പ് ലോസ് ആണ്. സോ ദാറ്റ് അത് നമ്മൾ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് എല്ലാവരും കൃത്യമായി സ്റ്റോപ്പ് ലോസ് പാലിക്കുന്നുണ്ട്. നേരെ മറിച്ച് ടാർഗറ്റ് എങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ മാർക്കറ്റ് പോകും എന്ന് നമുക്ക് തോന്നുന്നു, എങ്ങനെ നമുക്ക് ആ ടാർഗറ്റ് വരെ കൃത്യമായി എടുക്കാൻ കഴിയുന്നു, അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയും കൂടെ ഉണ്ടാവണം. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ 2 സ്ട്രാറ്റജികളാകുന്നു ഇപ്പോൾ. അതായത് എൻട്രിക്ക് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മാൻഡേറ്ററി ആണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. സോ ദാറ്റ് എല്ലാവരും തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് ഇന്നിടം വരെ പോകും എന്ന് ഇന്നത്തെ ദിവസം ഒരാൾക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. പക്ഷേ മാർക്കറ്റ് 1:2 പോയുള്ളെങ്കിൽ 1:2, അതല്ല മാർക്കറ്റ് 1:10 പോകുന്നുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ആ 1:10 ക്യാച്ച് ചെയ്യാം
ഇല്ലെങ്കിൽ മാർക്കറ്റ് 1:10 പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1:5 6 8 ആ ലെവലിലേക്കെങ്കിലും നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് കൃത്യമായൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിന്ന് മനസ്സിലാകുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ജേണലിൽ തന്നെ നമ്മളൊന്ന് ബാക്കിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് കണ്ണ് തുറപ്പിക്കുന്ന കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ ജേണലിൽ റെക്കോർഡ് ചെയ്തത് 1:1 എന്ന് പോലും നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇന്ന് 39 രൂപ എടുത്തിട്ടുള്ളൂ. എന്നാൽ മാർക്കറ്റ് നമ്മൾ ജേണൽ എഴുതി വെക്കുന്ന സമയത്ത് ആക്ച്വൽ മാർക്കറ്റ് കൊടുത്തത് 1:3 ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. ആക്ച്വലി അതല്ല, 1:5 വരെ മാർക്കറ്റ് പോയിരുന്നു. സോ ഇപ്പം നമ്മളത് റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇതുപോലെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1:5 ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 7 പോയിട്ടുണ്ട്. 1:7 പോയപ്പോൾ നമ്മളെടുത്ത 3 ആണ്. ഇനി ഈ ദിവസം മാർക്കറ്റ് 1:4 പോയപ്പോൾ എന്തൊക്കെയോ കൊണ്ട് നമുക്കന്ന് എന്താ പറയണേ, ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞൊരു സാഹചര്യം സംഭവിച്ചതാണ്. നമ്മളും അന്ന് 1:4 ബുക്ക് ചെയ്തു. അത് അത്ര കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ മിസ്റ്റേക്കിൽ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഇനി 1:4 പോയ ദിവസം നമ്മളിവിടെ 1:2 ആണ് ബുക്ക് ചെയ്തത്. ഈ ദിവസം മാർക്കറ്റ് 1:7 ആണ് പോയത്. അന്നത്തെ ദിവസം നമ്മളെടുത്ത 1:1 ആണ്. 1:2 പോലും നമ്മൾ എടുത്തിട്ടില്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ പേടി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായൊരു മാത്തമാറ്റിക്സ് ഇല്ല, അതിനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു മാത്തമാറ്റിക്സ് ഇതുവരെ നമ്മുടെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് അതെങ്ങനെ നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്യാം, മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അതെങ്ങനെ ക്യാച്ച് ചെയ്യാം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഡാറ്റയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. 1:4 പോയ ദിവസം 1:2, 1:3 പോയ ദിവസം നമ്മളെടുത്ത 1:2, ഇനി 1:5 പോയ ദിവസവും നമ്മളെടുത്തത് 1:2, 1:6 പോയ ദിവസവും നമ്മളെടുത്തത് 1:3 മാത്രമാണ്. അപ്പോൾ എന്താ സംഭവിച്ചേ? നമ്മളൊരു ടാർഗറ്റ് മനസ്സിൽ മുൻകൂട്ടി കണ്ട് അവിടെ ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് 5 6 8 പോയാലും നമുക്ക് 1:3 കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കിട്ടാമായിരുന്ന പ്രോഫിറ്റിനെ അവിടെ ലിമിറ്റ് ചെയ്തു. ആക്ച്വലി നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? സ്റ്റോപ്പ് ലോസിനെ മാത്രം, നമ്മുടെ ലോസിനെ മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ പ്രോഫിറ്റിനെ നമ്മൾ എന്തിന് സ്റ്റോപ്പ് ചെയ്യണം? ഈ ഒരു ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് മാത്തമാറ്റിക്സ് സൈഡിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായി ഒന്ന് വിലയിരുത്താൻ നമ്മൾ ഈ ഒരു ഡാറ്റയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വൽ മാർക്കറ്റ് എന്ത് റിസ്ക് റിവാർഡ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്നാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ 32 ദിവസം നമുക്ക് എന്ത് റിസ്ക് റിവാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നത് മാത്രമേ നമ്മളിവിടെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. മറിച്ച് ആക്ച്വലി മാർക്കറ്റ് എത്ര കൊടുത്തിരുന്നു, മാക്സിമം എത്ര വരെ മാർക്കറ്റ് പോയിരുന്നു എന്നത് നമ്മളിവിടെ കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ദിവസം ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ പറയാറുണ്ട് എല്ലാവരോടും ജേണൽ എഴുതണം. ജേണൽ എഴുതുന്നതിൻ്റെ ഗുണഗണങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നാൽ നമ്മുടെ ട്രേഡിങ്ങിൽ അത് പിന്നീട് അങ്ങോട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുപക്ഷെ പര്യാപ്തമായിരിക്കാം. അതൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടണമെങ്കിലും നമ്മൾ ജേണൽ എഴുതി തുടങ്ങുമ്പോൾ മാത്രമേ റീതിങ്ക് ചെയ്യാനും നമുക്ക് നമ്മുടെ ട്രേഡുകളെ വിലയിരുത്തപ്പെടാനും സാധിക്കുകയുള്ളൂ. സോ നമ്മൾ ജേണൽ എഴുതുന്ന ശീലം തുടങ്ങിയത് മെയ് 6 2024 മുതലാണ്. ആദ്യത്തെ ട്രേഡ് നമുക്ക് 1:4 കിട്ടി. പിന്നത്തെ ട്രേഡ് 1:3, 1:3, 1:3, 1:1, 1:2, 1:3, 1:4 ഒക്കെ ഈ ഒരു മാസങ്ങളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നത് ഇന്നത്തെ ട്രേഡ്, ലാസ്റ്റ് ട്രേഡ് കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഈ ഹൈ റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ആ ഒരു ചാർട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്നു. സോ ദാറ്റ് നമുക്ക് അത്രയും വലിയ റിസ്ക് റിവാർഡ് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മാസത്തെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 12% നമ്മൾ അച്ചീവും ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചത് 2 മാസം ഉപയോഗിച്ചു. അതിനുശേഷം അതിന് പൈസ കൊടുത്ത് ഉപയോഗിക്കേണ്ടതൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ നമ്മളും ചിന്തിച്ചു. സോ ദാറ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ 2 മാസം നല്ല റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ നല്ല ലോസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ കൃത്യമായി ടൂൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ടും അതേപോലെ തന്നെ കൃത്യമായി ഡാറ്റ നമ്മൾ ജേണൽ ചെയ്യുന്നത് കൊണ്ടുമുള്ള ഗുണങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ ജേണൽ ഇത്രയും ദിവസം എഴുതി വന്നപ്പോഴത്തേക്കിനും നമുക്കൊരു കാര്യം മനസ്സിലായി.
നമുക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, മാർക്കറ്റ് എവിടെ വരെ കൊടുക്കുന്നുണ്ട് എന്നതും കൂടെ നമ്മൾ നോട്ട് ചെയ്താൽ പിൽക്കാലത്ത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫലമുണ്ടായേക്കാം. അങ്ങനെയാണ് നമ്മൾ ഏകദേശം ഒരു 33 ദിവസമൊക്കെ ആയ സമയം തൊട്ട് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് ആക്ച്വലി എന്ത് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു എന്ന് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ഇന്നിതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 172 ദിവസം ട്രേഡ് ചെയ്തു. അതിൽ 96 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു, 76 ദിവസം നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു. നെറ്റ് വിൻ റേഷ്യോ നമുക്ക് 44% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 44% വിൻ റേഷ്യോ കിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് 40% അതിലധികമോ വിൻ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് 100% നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടണം. മാത്തമാറ്റിക്കലി അത് കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എടുത്തു വെച്ച കണക്ക് ഇങ്ങോട്ടേക്ക് വിൻ ചെയ്ത ട്രേഡിനെയും വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ മാർക്കറ്റ് പോയ റേറ്റ് ഓഫ് റിട്ടേൺ, മാർക്കറ്റ് ഓരോ ദിവസം കൊടുത്ത റിസ്ക് റിവാർഡ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ എടുത്തതും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടിയ ദിവസവും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ടു ആദ്യത്തെ ഒരു 31 ദിവസം നമ്മൾ ആക്ച്വൽ മാർക്കറ്റ് കൊടുത്ത റിസ്ക് റിവാർഡ് അടയാളപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡാറ്റ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതിന് ശേഷമുള്ള ദിവസങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം ട്രേഡ് ചെയ്തത് ഏകദേശം ടോട്ടൽ ട്രേഡിംഗ് ഡേയ്സ് ആദ്യത്തെ 30 ദിവസം ഒഴിച്ചിട്ട് ഇല്ല 31 ദിവസം ഒഴിച്ചിട്ട് 141 ദിവസം നമ്മൾ ടോട്ടൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ 141 ദിവസത്തിൽ 61 ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. ഈ പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ ആ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ അച്ചീവ് ചെയ്തത് 40 അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അതായത് ഈ 61 ദിവസത്തിൽ ഈ 40 ദിവസം നമ്മളിവിടെ കണ്ടെത്തിയേക്കുന്ന ഇതാണ്. റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് 1:3 എബോ കൊടുത്ത 40 ദിവസങ്ങൾ ഈ 61 ദിവസത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ 1:2 എടുത്തപ്പോഴും ഇത് 1:3 എബോ പോയിട്ടുണ്ട്. നമ്മൾ 1:2 എടുത്തു, 1:3 മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1:3 കൊടുത്തതെല്ലാം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൗണ്ട് ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 40 ദിവസം 61 ദിവസത്തിൽ 40 ദിവസം നമ്മൾ 1:3 റിസ്ക് റിവാർഡ് എടുത്തിട്ടുണ്ട്. 40 ദിവസം 1:3 എന്ന് പറയുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് 40 × 3. അപ്പോൾ 3 12 120 പോർഷൻ പ്രോഫിറ്റ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. 120 പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 140 ട്രേഡിംഗ് ഡേയ്സ് ടോട്ടൽ, അതിനകത്ത് 61 ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ 141 മൈനസ് 61 എന്ന് പറയുമ്പോൾ 80 ദിവസം നമുക്ക് ലോസാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ്ലി നമ്മൾ റിസ്ക് റിവാർഡ് 1:3 വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ ആക്ച്വലി എടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1:1. ആ ദിവസവും മാർക്കറ്റ് 1:5 പോയ ദിവസമാണ് നമ്മൾ 1:1 എടുത്തേക്കുന്നത്. അതിനെ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട്, 3 എബോ പോയ ദിവസമായി കൗണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങൾ 40 ദാറ്റ് മീൻസ് 120 40 × 3 120 ടോട്ടൽ റിസ്ക് റിവാർഡ് പോർഷൻ ഓഫ് റിവാർഡ് നമ്മളവിടെ അച്ചീവ് ചെയ്യുമായിരുന്നു 1:3 ബ്ലൈൻഡ്ലി ഈ 61 ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം പ്രോഫിറ്റ് ഡേയ്സ് 61, 141 നിന്ന് ആ 61 നമ്മൾ കുറയ്ക്കുന്നു, പോയിട്ട് 80 ദിവസം ലോസാണ്. അങ്ങനെയാണെങ്കിൽ ഈ 120 നിന്നും, അതായത് 120 പോർഷൻ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ആ 80 ദിവസത്തെയും കൂടെ കുറയ്ക്കുവാണ്. ഒരു പോർഷൻ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. സോ ദാറ്റ് 80 പോർഷൻ നമ്മൾ കുറച്ചാൽ പോയിട്ട് 40 പോർഷൻ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ 141 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യും. അപ്പോൾ 40 പോർഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു പോർഷൻ എന്ന് പറയുന്ന 0.5% ആണ് നമ്മളുടെ ഒരു പോർഷൻ. അപ്പോൾ 40 × 0.5. സോ ദാറ്റ്
20% ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ 20% എന്ന് പറയുമ്പോൾ നമ്മൾ 5 ടൈംസ് ലിവറേജ് എടുത്തുകൊണ്ടാണ് ഓരോ ട്രേഡും ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് ട്രേഡ് കണ്ടിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടേക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 5 ടൈംസ് ലിവറേജും കൂടെ എടുക്കണം. അപ്പോൾ 20 × 5 ടൈംസ് ലിവറേജ് എന്ന് പറയുമ്പോൾ കൃത്യം 100 അപ്പം 100% ഈ ലാസ്റ്റ് 141 ഡേയ്സ് കൊണ്ട് നമുക്ക് കിട്ടുമായിരുന്നു. മനസ്സിലാക്കണം, ഒരു വർഷം നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് ടോട്ടൽ കിട്ടുന്നത് ഏകദേശം 200 ദിവസത്തിന് മുകളിൽ കിട്ടും. അപ്പോൾ 141 ദിവസം കൊണ്ട് തന്നെ നമ്മൾ 100% അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. എങ്ങനെ പോയിരുന്നെങ്കിൽ ബ്ലൈൻഡ്ലി എൻട്രി എടുത്ത പോയിന്റിൽ നിന്നും റിസ്ക് റിവാർഡ് 3 ടാർഗറ്റ് ചെയ്തിരുന്നു എങ്കിൽ എല്ലാ ട്രേഡും നമ്മൾ റിസ്ക് റിവാർഡ് 3 ആണ് വെച്ചിരുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ 141 ദിവസം കൊണ്ട് 100% ROIയിലേക്ക് എത്തുമായിരുന്നു. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്കുകൾ ഇത് വളരെ മാച്ചിങ് ആകുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് 200 ദിവസം കൊണ്ട് ഒരു വർഷത്തേക്ക് നമുക്ക് 100% കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 5000 റുപ്പീസ് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 10 വർഷം കൊണ്ട് അതിൻ്റെ വിത്ത് ലിവറേജ് വിത്ത് കോമ്പൗണ്ടിങ് നമുക്ക് അപ് ടു 7 crore വരെ നമ്മുടെ അക്കൗണ്ടിൽ അച്ചീവബിൾ ആണ് മാത്തമാറ്റിക്കലി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇത് അതിന് മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ജേണൽ എഴുതിയ ഈ കണക്കുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 1:3 നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ 1:3 പ്ലാൻ ചെയ്യേണ്ടി വരുന്നു? കാരണം എങ്ങനെ നമുക്ക് 1:5 6 7 റിസ്ക് റിവാർഡ് എടുക്കാം എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായി അറിയില്ല എന്നതുകൊണ്ടാണ്. അവിടെയാണ് നമുക്ക് കൃത്യമായൊരു എക്സിറ്റ് പ്ലാൻ ആവശ്യമായി വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് എങ്ങനെ ഹയർ റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാം എന്നതിലേക്ക് നമുക്ക് വരാം. അത് ചാർട്ടിൽ പോയിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ നമുക്കിവിടെ കാണാം റിസ്ക് റിവാർഡ് 4 above കൊടുത്ത 7 ദിവസങ്ങൾ ഈ 61 ദിവസത്തിനുള്ളിലുണ്ട്. റിസ്ക് റിവാർഡ് 5 above കൊടുത്തിട്ടുള്ള 8 ദിവസങ്ങളുണ്ട്. റിസ്ക് റിവാർഡ് 6 മുകളിൽ കൊടുത്തിട്ടുള്ള 3 ദിവസങ്ങളുണ്ട്. റിസ്ക് റിവാർഡ് 7 മുകളിൽ കൊടുത്തിട്ടുള്ള 3 ദിവസങ്ങളുണ്ട്. സോ ദാറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ 4 വീതം കൊടുത്തിട്ടുള്ള 7 ദിവസം, അതായത് 28 ദിവസം, 5 വീതം കൊടുത്തിട്ടുള്ള 8 ദിവസം, 8 40 ദിവസം. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടെ സം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 107 പോർഷൻ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. എത്ര ദിവസങ്ങളാണ്? ഈ 61-ൽ 21 ദിവസവും 1:4 above പോയിട്ടുണ്ട് മാർക്കറ്റ്. അത്രയും ദിവസങ്ങൾ കൊണ്ട് മാത്രം 21 ദിവസം കൊണ്ട് മാത്രം നമുക്ക് 107 പോർഷൻ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ 21 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു 40 ദിവസമാണ് 1:3 above കൊടുത്തിട്ടുള്ളത്. 40 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 21 കുറച്ച് കഴിഞ്ഞാൽ 40 - 21 പോയിട്ട് 19 ദിവസം 1:3 കൂടെ കയറി വരും. അപ്പോൾ 19 × 3 കൂടെ ഇതിൻ്റെ പുറത്ത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. 57 + 107. അതായത് ആക്ച്വലി നമുക്ക് അച്ചീവബിൾ ആയിരുന്നത് 164 പോർഷനാണ്. അപ്പോൾ 164 പോർഷൻ എന്ന് പറയുമ്പോൾ 164 - 80 ലോസിങ് ഡേയ്സ് നമ്മൾ കൗണ്ട് ചെയ്തിരുന്നു. ആ 80 ലോസിങ് ഡേയ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 84 പോർഷൻ ഓഫ് പ്രോഫിറ്റാണ്. 84 പോർഷൻ എന്ന് പറയുമ്പോൾ 0.5% ആണ് ഒരു പോർഷൻ. സോ ദാറ്റ് 42%. 42% എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്കിൻ്റെ ആണ്. വിത്ത് ലിവറേജ് എടുക്കുമ്പോൾ × 5 എടുക്കണം = 210%. അതായത് 100%-നും സംവെയർ 210%-നും ഇടയ്ക്ക് നമുക്കിവിടെ റേറ്റ് ഓഫ് റിട്ടേൺ അച്ചീവബിൾ ആയിരുന്നു. ഈ കണക്കും കാര്യങ്ങളും കൃത്യമായൊരു എക്സിറ്റ് സ്ട്രാറ്റജിയും നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരു വർഷം 100% ROI 1:2 റിസ്ക് റിവാർഡ് വെച്ച് എടുക്കാം എന്ന് പറയുന്നതിന് പകരം നമുക്ക് 141 ദിവസം കൊണ്ട് തന്നെ 100%-നും 200%-നും ഇടയിൽ റേറ്റ് ഓഫ് റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു കൃത്യമായ എക്സിറ്റ് പ്ലാൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമുക്കിവിടെ കിടപ്പുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാത്തമാറ്റിക്സ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കാരണം 1:2 അല്ല നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്.
100% അല്ല നമ്മളൊരു വർഷം ഇവിടെ ROI ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നത് നമുക്ക് സ്വയം ഇപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് നല്ലൊരു എക്സിറ്റ് പ്ലാനും കൂടെ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സിറ്റ് പ്ലാനിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇനി പണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് ചാടാൻ വേണ്ടി നിന്ന സമയത്ത് ഹനുമാൻ ഒരു ഉറപ്പുമില്ലായിരുന്നു തന്നെ കൊണ്ട് ചാടാൻ പറ്റുമെന്ന്. ആ സമയത്ത് പണ്ട് നീ ചാടിയിട്ടുണ്ട്, ഇതിലും വലിയ ചാട്ടങ്ങൾ ചാടിയിട്ടുണ്ട്, സൂര്യനെ പോലും നീ വയറ്റിലാക്കിയിട്ടുള്ളവനാണ് എന്ന് പറഞ്ഞ് ഹനുമാനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തത് ജാംബവാനാണ്. നമ്മളിവിടെ മോട്ടിവേറ്റ് ചെയ്തു തരാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ ചാനലുകളിലൂടെ കൃത്യമായി നമുക്ക് തരാവുന്ന മാക്സിമം വിവരങ്ങൾ തന്നിട്ടുള്ള കുറച്ചധികം ട്രേഡേഴ്സ് ഉണ്ട്. അവരുടെ ഓരോ വീഡിയോകളും നമ്മളെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എഴുതി വെക്കുന്ന ഈ ജേണലും ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഡാറ്റകളും നമുക്ക് തരുന്നൊരു മോട്ടിവേഷൻ ചെറുതൊന്നുമല്ല. അതുതന്നെയാണ് ജേണൽ എഴുതണം എന്ന് പറയുന്നത്. ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരോടും ഇപ്പോഴും പറയുകയാണ്, നിങ്ങളത് എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, എഴുതി തുടങ്ങിക്കോളൂ. എന്തായാലും ഗുണമേ ഉണ്ടാകത്തുള്ളൂ, ഒരു ദോഷവും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വ്യക്തമായിട്ട് വരാം. അപ്പോൾ ഈ കോൺഫിഡൻസ്, മോട്ടിവേഷനൊക്കെ നമുക്ക് ഇത്രയും കിട്ടുന്നതിൻ്റെ കാരണം ഇതാണ്. പണ്ട്, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് എല്ലാവരും പോകും ഈയാമ്പാറ്റകളെ പോലെ. അവിടെ പോയി പലരും കെട്ടടങ്ങുകയാണ് ചെയ്യാറുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കണക്കുകൾ പോലും പറയുന്നത് 90%-ലധികം പേരും ഓപ്ഷൻ ട്രേഡിങ്ങിൽ വന്നിട്ട് കയ്യിലുള്ള പണം മുഴുവൻ കളയുന്നു എന്നതാണ്. എന്നാൽ ഇക്വിറ്റി ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, പ്രീമിയം DK അവിടെ ഇല്ല. വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 40% കിട്ടിയാൽ മതി. DK ഇല്ലാത്തത് കൊണ്ട് തന്നെ 1:2 റിസ്ക് റിവാർഡും കിട്ടിക്കഴിഞ്ഞാൽ ഹയർ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് മാത്തമാറ്റിക്കലി നമ്മൾ പലതവണ നമ്മുടെ ചാനൽ വിത്ത് മാത്തമാറ്റിക്സ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രീമിയം DK ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 34% ആണ്. അപ്പം 35%, 34% പ്രോബബിലിറ്റി ഉള്ളൊരു സാധനത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യണോ, 40%, 50% പ്രോബബിലിറ്റി ഉള്ളതിൽ ട്രേഡ് ചെയ്യണോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന സെല്ലേഴ്സ് ആയിക്കോട്ടെ, ബയ്യേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ പൊതുവേ പറയുന്നത് മന്ത്ലി ഒരു 10-15% റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കുന്നു എന്നാണ് പ്രോ ട്രേഡേഴ്സ് പറയുന്നത്. ഈ 10%, 15% ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരിക്കലും ഓപ്ഷൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നമ്മൾ നമ്മുടെ തന്നെ ജേണൽ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാസം 17%, 14% ഒക്കെ ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ പണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കയ്യിലെ പൈസയൊക്കെ കളഞ്ഞു കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇക്വിറ്റിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് വന്നിരുന്നതാണ്. ആ സമയത്ത് ടാറ്റ മോട്ടേഴ്സിൽ നമ്മൾ 1:9, 1:7, 1:5 ഒക്കെ ടാർഗറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു. ഇന്നിടം വരെ മാർക്കറ്റ് പോകും, അങ്ങനെയാണെങ്കിൽ അത്ര വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാം എന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അത് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പിന്നീട് ഓപ്ഷൻസിലേക്ക് പോവുകയും പണം ഒത്തിരി നഷ്ടപ്പെടുകയും ഒപ്പം മാനസിക നില ആകെ താറുമാറാവുകയും 2 വർഷം സമയവും പോയി, അതിൻ്റെ പിന്നാലെ പോയി. അവസാനം ഓപ്ഷൻ എനിക്ക് പറ്റുന്നതല്ല എന്ന പൂർണ്ണ ബോധ്യം വന്ന് അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ തിരിച്ച് ഇക്വിറ്റിയിലേക്ക് വന്ന് ഇപ്പോൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഉണ്ടായിരുന്ന കോൺഫിഡൻസിലേക്കൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഇന്ന് നമ്മൾ എൻട്രി എടുത്തത് കണ്ടു കാണും നിങ്ങൾ. നമ്മളുടെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ഇവിടെ ആയിരുന്നില്ല, അത് ഒത്തിരി താഴത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. സംവെയർ ഈ ഒരു പോയിന്റിൽ ആണ് നമ്മളിവിടെ ആയിരുന്നു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഗോ ചാർട്ടിങ് യൂസ് ചെയ്ത് തുടങ്ങിയൊരു ദിവസമാണ്. സോ ദാറ്റ് ഇന്ന് മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്ഷൻ അടിച്ചപ്പോൾ നമ്മളിവിടെ കണ്ടു, ഈ ഒരു പോയിന്റിൽ അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്കറ്റ് എടുക്കുന്നു എന്നത് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് മനസ്സിലായത് ലൈവ് ട്രേഡ് ക്വാണ്ടിറ്റി അതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബയ്യിങ് സൈഡിലേക്ക് അഗ്രസീവ് ബയ്യിങ് വരുന്നു എന്ന് നമുക്കവിടെ ലൈവ് കണ്ട് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് ഇവിടുന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തുകയും ഈ ക്യാൻഡലിൽ നമ്മൾ എൻട്രി എടുത്തില്ല, ആ ക്യാൻഡലിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തു. കാരണം ആ കോൺഫിഡൻസ് നമുക്ക് അവിടെ കിട്ടി, ബൾക്ക് ഓർഡർ അവിടെ കയറുന്ന കണ്ടു, നമ്മളിവിടെ എൻട്രി എടുത്തു. ഇനി എൻട്രിയൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, പല ദിവസങ്ങളിലും നമ്മുടെ എൻട്രി ഇപ്പോൾ പെർഫെക്റ്റ് ആകുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ട്രേഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ശരിയാകേണ്ടിയിരുന്നത് നമ്മുടെ എക്സിറ്റുകളായിരുന്നു. കാരണം 1:7 മാർക്കറ്റ് കൊടുത്ത ദിവസം നമ്മൾ 1:1 എടുത്തിട്ടുള്ളൂ, 1:5 മാർക്കറ്റ് കൊടുത്ത ദിവസം നമ്മൾ 1:2 എടുത്തുള്ളൂ.
ഇനി ഇന്ന് മാർക്കറ്റ് 1:5 കൊടുത്തപ്പോൾ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിറ്റ് സ്ട്രാറ്റജി പണ്ടുണ്ടായിരുന്നത് നമ്മളൊന്ന് പൊടി തട്ടി ഇപ്പോൾ വീണ്ടും ഓർത്ത് എടുക്കുകയാണ്. അതിത്രയേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സിറ്റ് എടുക്കാവുന്ന നമുക്ക് ഈ ഒരു ഏരിയയാണ്, നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ട് എത്താൻ മാർക്കറ്റ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹഡിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ഫെയർ വാല്യൂ ഏരിയ, അതാണ് നമ്മളിവിടെ ഫെയർ വാല്യൂ ഏരിയ ഹൈയും ലോയും നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്നു. ഈ ഡോട്ടഡ് റെഡ് ലൈൻസ് ആണ്. അപ്പോൾ ഈ ഹൈയിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ താഴത്തേക്ക് തന്നെ പോരുമോ എന്ന സംശയത്തിൻ്റെ പുറത്തൊക്കെയാണ് നമ്മളിവിടെ കൊണ്ടുപോയി ട്രയൽ ചെയ്ത് ആ ട്രയൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നമ്മളിവിടെ നിസ്സാര തുകയ്ക്ക് എക്സിറ്റായി പോയി. അപ്പോൾ ഇത്രയും നേരം ഇത് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്കും ചെയ്ത് മുകളിലേക്കും പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ അടയാളപ്പെടുത്തി വെച്ചത് നമ്മൾ ഈ ഒരു ബ്ലൂ ലൈൻ അടയാളപ്പെടുത്തിയിരുന്നത് 1:3 ആണ്. അപ്പോൾ 1:3 നമ്മളവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക്, ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണല്ലോ നമ്മുടെ പിന്നത്തെ റെസിസ്റ്റൻസ്, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് ആ ഓർഡർ ബ്ലോക്കിന് മുകളിൽ ഒരു ക്ലോസിങ് മാർക്കറ്റ് തന്നാൽ, അതർവൈസ് അങ്ങനൊരു ക്ലോസിങ് മാർക്കറ്റ് തരുന്നില്ല എങ്കിൽ അതുവരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന അനക്കുന്നില്ല, ട്രയൽ ചെയ്യുന്നില്ല എന്നർത്ഥം. ഇന്ന് നമ്മളത് ട്രയൽ ചെയ്തു, അതുകൊണ്ട് തന്നെ ട്രയൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് എക്സിറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യുന്നില്ല. ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തരുമ്പോൾ നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1:2 അച്ചീവബിൾ ആണ്. സോ ഇങ്ങോട്ട് നമ്മൾ ട്രയൽ ചെയ്തു. എപ്പോൾ? ഈ ക്യാൻഡിൽ ഈ ഓർഡർ ബ്ലോക്കിന് മുകളിൽ ക്ലോസിങ് തന്നപ്പോൾ. പിന്നീട് മാർക്കറ്റ് നമുക്കറിയാം ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ റെസിസ്റ്റൻസ് പിന്നെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമെന്ന് നമുക്കറിയാം. അങ്ങനെ ഇവിടെ ഈ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 3-4-5 ക്യാൻഡിൽ അവിടെ കൺസോൾഡേറ്റ് ചെയ്തു, സപ്പോർട്ട് ഉറപ്പിച്ചു. അതിനുശേഷമാണ് പിന്നെയും മാർക്കറ്റ് മൂവ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ട്രയൽ ചെയ്തു. അപ്പോൾ തിരിച്ചിങ്ങ് പോന്നാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും കിട്ടണം. കാരണം ഈ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്, അത് സ്ട്രോങ് ആണ്. എന്തുകൊണ്ടാണല്ലോ മാർക്കറ്റ് തിരിച്ചു പോരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് തന്ന സ്ഥിതിക്ക് ഇനി ഇത് തിരിച്ചു പോരുവാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു, ഇല്ല എങ്കിൽ നമ്മളിതിവിടെ ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ ടാർഗറ്റ് വെക്കുന്നില്ല. മാർക്കറ്റ് എപ്പോഴാണോ നമ്മുടെ മുകളിലത്തെ റെസിസ്റ്റൻസിൽ പോയി ടച്ച് ചെയ്യാൻ പോകുന്നത്, ഒന്നുകിൽ നമുക്ക് 1:3 എബോവ് ആണെങ്കിൽ ഇന്ന് വലിയ മൂവൊന്നും അതിലേക്ക് പോകാൻ, അതിനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സമയവും മാർക്കറ്റിനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എവിടെയാണോ അതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് താഴത്തായിട്ട് നമുക്ക് ടാർഗറ്റ് ഓർഡർ ഇട്ട് എക്സിറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ന് ആ ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ 1:4 1:5 ഒക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ലെവലിന് തൊട്ട് താഴെയായിട്ടോ ഇല്ലെങ്കിൽ ആ ലെവലിലോ അവിടെ ചെന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങോട്ടേക്കോ നമ്മൾ ടാർഗറ്റ് ഓർഡർ വെച്ച് കൊടുക്കുക. അത് പല രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ പോയി ടച്ച് ചെയ്യാൻ പോകുന്ന ഏത് ക്യാൻഡിലാണോ ആ ക്യാൻഡിലിനെ റിവേഴ്സ് പോരുമ്പോൾ അതിൻ്റെ ലോയിൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുവാണ്, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ മേളിലേക്ക് അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അത് കയറ്റി കൊണ്ടുപോയി പിന്നീട്, അതായത് 1:3 എബോയിൽ നമുക്ക് എത്ര മാക്സിമം കിട്ടാവോ അത്രയും എടുത്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഇവിടെ ടാർഗറ്റ് ഓർഡറായിട്ട് പ്ലേസ് ചെയ്യാം, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു എക്സിറ്റ് പ്ലാൻ, അതായത് 1:2 എബോവ് ഇല്ലെങ്കിൽ 1:3 എബോവ് നമുക്ക് നല്ലൊരു എക്സിറ്റ് സ്ട്രാറ്റജി ഇതുപോലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് മിനിമം 1:3 എബോവ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണക്ക് കൂട്ടി വെച്ച ആ കണക്കുകൾ മൊത്തത്തിൽ അങ്ങ് മാറും. നമ്മൾ 1:2 വെച്ചിട്ടാണ് ഒരു വർഷം ഒരാൾക്ക് 100% റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 1:3 നമ്മൾ ആവറേജ് പിടിക്കാൻ പറ്റിയാൽ, ഇല്ലെങ്കിൽ 1:4, ഇപ്പോൾ ചില ദിവസം നമ്മൾ
ഇവിടെ വരെ പോകുമ്പോൾ 1:7 ആണ് അച്ചീവബിൾ എങ്കിൽ നമ്മൾ അങ്ങോട്ട് ടാർഗറ്റും ചെയ്തു, അത് നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണക്ക് കൂട്ടി വന്ന പല ദിവസങ്ങളിൽ 1:2ഉം 4ഉം അത് 1:3ഉം ഒക്കെ എടുത്ത് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആവറേജ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തു. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒക്കെ ഒരു 1:5ഓ 1:6ഓ 1:7ഓ ഒക്കെ നമുക്ക് കിട്ടിയാൽ ആവറേജ് റിസ്ക് റിവാർഡ് ഹൈലി കൂടും. അങ്ങനെ ഒരു വലിയ ആവറേജ് റിസ്ക് റിവാർഡിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന ഇയർലി 100 എന്ന് പറഞ്ഞത് അത് 200ലേക്കോ അതിന് മുകളിലേക്കൊക്കെയോ പോയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം റോബിൻസ് വേൾഡ് കപ്പൊക്കെ കണ്ടിന്യൂസ് വിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു വർഷം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 400-425% റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെയാണ്. ദാറ്റ് മീൻസ് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേതൊരാൾക്കും അത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് അയാൾ എങ്ങനെയൊക്കെയാണ് അത് അച്ചീവ് ചെയ്തത് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അങ്ങോട്ട് നമുക്ക് എത്താനുള്ള വഴിയും തെളിഞ്ഞു വരും. അങ്ങനെ ആ വഴി എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമല്ലോ. അപ്പോൾ എത്തുന്നതിന് കുറച്ച് ഹഡിൽസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതുപോലെ ഡാറ്റ അനലൈസിസ് ഒക്കെ ചെയ്ത് നമ്മൾ പുതിയ പുതിയ സ്ട്രാറ്റജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരെ പോലെ തന്നെ എഫർട്ട് ഇടുന്നതിനനുസരിച്ച് നമ്മളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ അനക്കുന്നില്ല. നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമ്മൾ നോക്കുന്നു, അതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ മാർക്കറ്റ് എന്ന് നോക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലെവലിൻ്റെ താഴെ നമ്മൾ ട്രയൽ ചെയ്യും. പിന്നീട് നെക്സ്റ്റ് ലെവൽ എവിടെയാണോ അവിടെ ടാർഗറ്റ് എക്സിറ്റ് എടുക്കാം. അതല്ല അതിനെയും ബ്രേക്ക് ചെയ്ത് പോകും എന്ന് തോന്നുകയാണെങ്കിൽ അവിടെയും ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്ത് നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇനി ഇന്നത്തെ മറ്റ് സ്റ്റോക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് എക്സിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നോ? പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ONGCയിൽ ഇതുപോലെ തന്നെ താഴത്ത് വന്ന് ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്തു. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത് തന്നെ ഇവിടെ നല്ല ഡിസ്റ്റൻസിലാണ്, അതായത് 1:2.7 അപ്പോൾ ഇവിടെ വന്നത് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കൊടുത്ത ഈ ക്യാൻഡിൽ ക്ലോസിങ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 1:2 നമ്മൾ മിനിമം കിട്ടും എന്ന് ഉറപ്പിച്ചു. ഇനി ഇവിടുന്നത് നെക്സ്റ്റ് ലെവലിൽ പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് എടുത്ത് പോരാം. അല്ല എങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തോ ഇല്ലെങ്കിൽ ഇതിനെ തൊട്ടില്ല എന്ന് അവസാനിച്ച ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തോ എനിവേ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്ത് പോയി നമ്മളവിടെ എക്സിറ്റ് എടുത്ത് പോരുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതാ 1:5 അവിടെ കിട്ടും. ഇനി ഈ ക്യാൻഡലിൻ്റെ താഴത്ത് ഈ ഒരു ബിഗ് ക്യാൻഡലിൻ്റെ താഴത്താണ് നമ്മൾ എക്സിറ്റ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്കിവിടെ 1:4 എബോവ് റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഹൈലി ജമ്പ് ചെയ്യും. ഈ പറഞ്ഞ വല്ലപ്പോഴും വരുന്ന 1:4 5 ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ പോലും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് വലിയ റിസ്ക് റിവാർഡ് എടുക്കാനുള്ളൊരവസരം കാണുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് കൃത്യമായി വർക്കായിട്ടുണ്ട്. NTPCയിൽ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇത് നമുക്ക് നല്ലൊരു ഉദാഹരണമാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പുഷ് താഴത്തേക്ക് വരുന്നു. നമ്മൾ പറയാറുണ്ട് ഏത് ഓർഡർ ബ്ലോക്കിലാണ് ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അവിടുന്ന് റിവേഴ്സൽ ട്രേഡ് എടുക്കുക. നമ്മളിന്ന് ഇതിലാണ് റിവേഴ്സൽ ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ ഇത് നല്ലൊരു എക്സാമ്പിളായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം അതിൻ്റെ പരിസരത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ഇവിടെയാണ്. ആ ടാർഗറ്റ് വരെ തന്നെ നമുക്ക് 1:3.5 ഉണ്ട്. അപ്പോൾ ഈ ടാർഗറ്റ് ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിനെ ബ്രേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ക്ലോസിങ് തന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് വെച്ചാൽ തന്നെ നമുക്ക് 1:3 എബോവ് അവിടെ ഗ്യാരണ്ടീഡായി. അതിനുശേഷം നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ടാർഗറ്റ് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. ഈ ക്യാൻഡിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിരുന്ന ട്രയലും സ്റ്റോപ്പ് ലോസിനെ നമ്മൾ ഉയർത്തി ഇങ്ങോട്ടേക്ക് ആ ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് തന്ന ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവരെ മാത്രം, അതായത് 1:6.69, അപ്പോൾ 1:6 നമ്മളവിടെ ഉറപ്പിച്ചു.
ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗും തന്നിട്ട് നെക്സ്റ്റ് ലെവല് പോയിട്ട് അത് ക്ലോസ് ചെയ്തേക്കുവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്ത് ട്രയൽ ചെയ്ത് എക്സിറ്റ് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് നമ്മൾ ട്രയൽ ചെയ്യാൻ വെച്ചാൽ ആ ലോയൊന്നും പിന്നെ വന്ന് ഇത് ബ്രേക്ക് ആയിട്ടില്ല. മാർക്കറ്റ് അതിന് മുകളിൽ തന്നെയാണ് ക്ലോസിങ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 1:8.8 അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്, ഇതുവരെ നമുക്ക് നല്ലൊരു എൻട്രി സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കൃത്യമായ ഒരു അല്ലെങ്കിൽ ഹൈ റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സിറ്റ് സ്ട്രാറ്റജിയും കൂടെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും നമുക്ക് കിട്ടണ്ട. മാർക്കറ്റ് വലിയ മൂവ് നടത്തുന്നു എന്ന് പറയുന്നത് 200 ദിവസത്തിൽ ഒരു 30-35 ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് വൺ സൈഡഡ് വലിയ മൂവ് ഓരോ സ്റ്റോക്ക് നടത്തുന്നു എന്നാണ് കണക്കുകൾ പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷത്തിൽ 30 ദിവസം നടക്കുമ്പോൾ ഒരു 15 ദിവസം നമുക്കിതുപോലെ കിട്ടിയെന്ന് കരുതുക. നമ്മൾ പറഞ്ഞു ഇതിപ്പോൾ 4.3% കിട്ടുമായിരുന്നു ഇതിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഹൈലി മാക്സിമം കിട്ടാവുന്നത്. അപ്പോൾ 4% ഒന്ന് കൂട്ടിക്കോ. 4% സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 5% 5 ടൈംസ് ലിവറേജും നമ്മൾ എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മാർക്കറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ മാത്രമാണ് നമ്മൾ ഡിപ്ലോയിഡ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഈ 5,000 രൂപയുടെ 5 ടൈംസ് ലിവറേജ് എന്ന് പറയുമ്പോൾ 25,000 രൂപയുടെ ട്രേഡാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 4% ആ സ്റ്റോക്കിൻ്റെ പുറത്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 × 5 20% ഒരു ദിവസം അച്ചീവ് ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്നത്? ഓപ്ഷൻസിനെ അപേക്ഷിച്ച് സ്റ്റോക്ക് ആണെങ്കിലും ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലാണ്. ഓൺലി ബിക്കോസ് ഓഫ് പ്രീമിയം മെൽറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ സേഫായിട്ട് രണ്ട് സൈഡും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇട്ടുകൊണ്ട് വേണേൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം പോയാലും ഹൈ റിസ്ക് റിവാർഡൊക്കെ നമുക്കിവിടെ അച്ചീവബിൾ ആണ് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ വിപ്രോയിൽ പോയി കഴിഞ്ഞാലും ഇതേ രീതിയിൽ വിപ്രോയും ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ നമ്മൾ താഴത്തേക്ക് റിവേഴ്സൽ ട്രേഡാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ മുകളിൽ പോയി ഫസ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് 1:2 എബോവ് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചില ദിവസങ്ങളിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന് കുഴപ്പമില്ല, പൊക്കോട്ടെ. കാരണം ഒരു ദിവസം നമ്മൾ 1:5 എടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആഴ്ചയിലെ ബാക്കി എല്ലാ ദിവസവും 4 ദിവസവും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും 1 പോർഷൻ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലിരിക്കും. പക്ഷേ എല്ലാ ദിവസമൊന്നും അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. സോ ദാറ്റ് അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ടതില്ല. പേടി എന്ന് പറയുന്നത് മനസ്സിൽ കിടക്കുമ്പോഴാണ് നമുക്ക് ഹൈ ഇല്ലെങ്കിൽ വലിയ വിൻ പ്രോബബിലിറ്റി എടുക്കാൻ പറ്റാത്തതും ഹൈ റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റാത്തതും വിജയത്തിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാക്കി തരുന്നത് ഈ പേടിയാണ്. സോ ദാറ്റ് ഈ മാത്തമാറ്റിക്സും ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജികളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.